പോരാട്ടത്തിൻ വീതികളെ നിങ്ങൾക്കൊപ്പം ഞങ്ങളുമുണ്ടാവേ. മുന്നിൽ നിന്ന് നയിച്ച സഖാവേ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിമിന്റെ തലത്തൊട്ടപ്പന് സ്വീകരിച്ചു നിങ്ങൾക്ക് സമുദായത്തായത് കോടികൾ കവിടുന്ന കള്ളന്മാരെ കാരാഗൃഹത്തിൽ അടക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള പ്രക്ഷോഭം അഴിമതിക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ജനങ്ങൾ ആരുടെ കൂടെയാണ് എന്ന് ഈ വലിയ ജനസമൂഹത്തെ കണ്ട് ഞാൻ കൂടുതൽ വാക്കുകൾ സംസാരിക്കുന്നില്ല. നമ്മുടെ പ്രിയങ്കരനായ ജലീലിന് എടപ്പാളിൽ തിരക്കേറിയ പരിപാടികളുണ്ട് എന്നുള്ളതുകൊണ്ട് ഇവിടെ ജലീലിന്റെ ഈ ജനസഞ്ചയത്തെ അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ജനാധിപത്യ മൂല്യങ്ങളെ ചവിട്ടിമതിച്ചുകൊണ്ട് മുന്നോട്ടുപോയ UDF സർക്കാരിനെതിരായി നിയമസഭക്കകത്ത് ശക്തമായ പോരാട്ടം നടത്തി എന്നുള്ളതിന്റെ പേരിലാണ് ഈ വിനീതനടക്കം 5 അംഗങ്ങളെ ഈ സഭാ കാലാവധിയിൽ സഭ നടക്കാൻ വേണ്ടി പോകുന്ന വരുന്ന 3 ദിവസത്തിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് രാഷ്ട്രീയമായി ഇല്ലാതാക്കാം എന്ന് ചില ആളുകൾ വ്യാമോഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 2006 കുറ്റിപ്പുറത്തുണ്ടായ ഐതിഹാസികമായ നമ്മളുടെ വിജയത്തെ തുടർന്ന് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തുവാനും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് നമ്മളെ പടിയടച്ച് പിണ്ടം വെപ്പിക്കുവാനും ഗൂഢമായിട്ടുള്ള നീക്കങ്ങൾ നടന്നു വരികയായിരുന്നു. അതിന്റെ ഭാഗം എന്നുള്ള നിലയിൽ വേണം മുസ്ലിം ലീഗിന്റെയും കുഞ്ഞാലിക്കുട്ടിയുടെയും ഉമ്മൻചാണ്ടിയുടെയും നേതൃത്വത്തിൽ ഞാനടക്കമുള്ള ആളുകളെ സസ്പെൻഡ് ചെയ്ത നടപടിയെ കാണാൻ. എന്നെ സസ്പെൻഡ് ചെയ്താൽ ജനങ്ങളിൽ നിന്ന് അകറ്റാൻ കഴിയുമെന്നാണ് എന്റെ ലീഗ് സുഹൃത്തുക്കളും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ ധരിക്കുന്നത്. മുസ്ലിം ലീഗിൽ നിന്ന് എന്നെ സസ്പെൻഡ് ചെയ്തതിന്റെ പരിണിത ഫലം എന്തായിരുന്നു എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടതാണ്. ഇതാ ഇന്ന് രണ്ടാമതും അവരുടെയൊക്കെ സ്വാധീനത്തിന്റെ ഫലമായി വരുന്ന 3 ദിവസം നിയമസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യിപ്പിച്ച് നാട്ടിലെ ജനങ്ങൾക്കിടയിൽ അപകീർത്തിപ്പെടുത്തുവാനുള്ള ശ്രമം ലീഗും കുഞ്ഞാലിക്കുട്ടിയും നടത്തിയിരിക്കുന്നത്. ഒരു സസ്പെൻഷൻ കൊണ്ട് എന്തുണ്ടായി എന്നുള്ളത് ശരിക്കറിയാവുന്ന ലീഗ് ഈ സസ്പെൻഷൻ കൊണ്ട് എന്താണ് കേരളത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണുക. KM മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കരുത് എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം.
സർക്കാരിന് മുമ്പിൽ 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഒന്ന്, മാണിയെ കൊണ്ട് ബജറ്റ് അവതരിപ്പിക്കുക, എന്ത് സംഭവിച്ചാലും അതിനെ നേരിടുക. ആ മാർഗമാണ് സർക്കാർ സ്വീകരിച്ചത്. മുഖ്യമന്ത്രിക്ക് സർക്കാരിന് വേണ്ടി ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ഈ പ്രതിസന്ധിയിൽ നിന്ന്, ഈ പ്രശ്ന കലുഷിതമായ സാഹചര്യത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാമായിരുന്നു. ജനാധിപത്യ മൂല്യങ്ങളോട് വല്ല പ്രതിബദ്ധതയും ഉമ്മൻചാണ്ടിക്കും UDF-നും ഉണ്ടായിരുന്നു എങ്കിൽ ആ മാർഗമായിരുന്നു അവർ തെരഞ്ഞെടുക്കേണ്ടിയിരുന്നത്. അവരത് തെരഞ്ഞെടുത്തില്ല. അവര് തെരഞ്ഞെടുത്തത് അധികാരത്തിന്റെ മുഷ്കും ധിക്കാരവും ഹുങ്കും ഉപയോഗിച്ചുകൊണ്ട് എന്തും ചെയ്തു കളയാമെന്നാണ്. പുറത്ത് ആളുകൾ അഴിമതിക്കെതിരായി കാലാകാലങ്ങളായി ബജറ്റ് വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുന്ന മാണിക്കെതിരായി പ്രതിഷേധങ്ങളുടെ പർവ്വങ്ങൾ തീർക്കുമ്പോ നിയമസഭക്കകത്ത് ഞങ്ങളെപ്പോലുള്ള അംഗങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഞങ്ങളുടെ ദൗർബല്യമായി ആരും കരുതരുത്. ഞങ്ങൾ വ്യക്തമായിട്ടുള്ള തീരുമാനത്തെ തുടർന്ന് തന്നെയാണ് ശക്തമായിട്ടുള്ള പോരാട്ടം സഭക്കകത്ത് നടത്താൻ തീരുമാനിച്ചത്. ഞങ്ങളിലുള്ള വനിതാംഗങ്ങളെ അപമാനിക്കുന്നത് കണ്ടപ്പോൾ, ഞങ്ങളുടെ സീനിയറായിട്ടുള്ള മെമ്പർമാരെ തട്ടി വീഴ്ത്തുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ശക്തമായിട്ട് പ്രതികരിക്കേണ്ടി വന്നു. പൊതുമുതൽ നശിപ്പിച്ചു എന്നാണ് UDF പ്രചരണം നടത്തുന്നത്. 5 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് നിയമസഭാ സ്പീക്കർ വ്യക്തമാക്കുകയുണ്ടായി. PDPP അനുസരിച്ച് കേസെടുത്താൽ ജാമ്യം കിട്ടണമെങ്കിൽ ഈ 5 ലക്ഷം രൂപ കെട്ടിവെക്കണം. അതോടുകൂടി ആ പൊതുനഷ്ടം നികത്തപ്പെടും. എന്നാൽ മാണി നാടിനെയും നാട്ടുകാരെയും വിറ്റ് കാശാക്കിയ കോടിക്കണക്കിന് എന്ന് ഈ സംസ്ഥാനത്ത് നികത്തപ്പെടും. നമ്മളുടെ നാട്ടിൽ സാധാരണക്കാരന്റെ, പാവപ്പെട്ടവന്റെ വയറ്റത്തടിച്ചുകൊണ്ടാണ് ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. കോർപ്പറേറ്റുകൾക്ക്, ധനാഢ്യന്മാർക്ക്, വമ്പന്മാർക്ക് വലിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നത്. സഭക്കകത്ത് ബജറ്റ് അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല. ചാലാച്ചന്തയിൽ ഏതോ ഒരാൾ എന്തോ വായിച്ച് തീർക്കുന്നത് പോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ ബജറ്റ് അവതരിപ്പിക്കേണ്ട ഗതികേട് UDF ഗവൺമെന്റിനുണ്ടായി. ഇതുകൊണ്ടൊന്നും ഈ പോരാട്ടം നിലക്കും എന്നാരും കരുതേണ്ടതില്ല. ഞങ്ങളുടെ 65 അംഗങ്ങളെയും സഭയിൽ നിന്ന് പുറത്താക്കിയാലും സഭയ്ക്ക് പുറത്ത് ഈ പോരാട്ടം ഞങ്ങൾ തുടരുക ചെയ്യും. ഒരു സംശയവും ആർക്കും വേണ്ട. അഴിമതിയോട് ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്ന തെറ്റ്. എന്താ ചില ആളുകൾ പറഞ്ഞു നടക്കുന്നത്? കോളേജ് അധ്യാപകനായ ജലീൽ അത് ചെയ്യാൻ പാടില്ലായിരുന്നു, ഡോക്ടറേറ്റുള്ള ജലീൽ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. എല്ലാത്തിനേക്കാളും ഉപരിയാണ് ഈ നാട്ടിലെ സാധാരണക്കാരായ ഒരു പൗരൻ എന്ന് പറയുന്നത്. ആ ഒരു സാധാരണക്കാരന്റെ, പൗരനായിട്ടുള്ള മനുഷ്യന്റെ മനോഗതത്തിലേക്ക് ഇത്തരം ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്കും വരേണ്ടതായിട്ട് വന്നു. ഈ അഴിമതിയുമായി അനുരഞ്ജനപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. അതിന്റെ ഫലമാണ് ഈ സസ്പെൻഷൻ. ഇത് 3 ദിവസത്തേക്കാണ്. എന്നാലും ജനങ്ങൾക്കിടയിൽ ഞങ്ങൾ അപകീർത്തിപ്പെടുത്താൻ ഇത് ഉപയോഗപ്പെടുത്താമെന്നാണ് UDF-ഉം കോൺഗ്രസും ലീഗും വിചാരിക്കുന്നതെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് ഈ വലിയ ജനക്കൂട്ടങ്ങൾ വ്യക്തമായി വിളിച്ചു പറയുന്നുണ്ട്. വരും ദിവസങ്ങളിലും നടക്കുന്ന വലിയ സമര പോരാട്ടങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം അഭ്യർത്ഥിക്കുകയാണ് ഞാൻ. മുമ്പ് ഒരു സസ്പെൻഷൻ കഴിഞ്ഞ് ഞാൻ എന്റെ ജന്മനാട്ടിലാണ് തിരിച്ചു വന്നത് എങ്കിൽ ഇന്ന് ഞാൻ തിരിച്ചെത്തി. ഞാൻ വന്നിരിക്കുന്നത് 2ാമത്തെ സസ്പെൻഷന് ശേഷം ഞാൻ വന്നിരിക്കുന്നത് എന്റെ പോറ്റമ്മയായിട്ടുള്ള ഈ കുട്ടിക്കോത്തിന്റെ മണ്ണിലാണ്. ഇത് ഞാൻ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട നിയോജക മണ്ഡലത്തിലെ സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും വികാരങ്ങൾ ഏറ്റുവാങ്ങുവാൻ, അവരുടെ വിചാരങ്ങൾ എന്തെന്ന് മനസ്സിലാക്കുവാൻ എന്റെ നിയോജക മണ്ഡലത്തിലേക്ക് പോവുകയാണ്. ഇവിടെ കൂടിയിട്ടുള്ള നിങ്ങൾ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് വരാനിരിക്കുന്ന പോരാട്ടങ്ങളിൽ, അഴിമതിക്കെതിരായിട്ടുള്ള സമരങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും സമ്പൂർണമായ പിന്തുണ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.